ഇസ്ലാമാബാദ് കത്തുകയാണ്. ഭീകരവാദത്തിന്റെ ഈറ്റിലമെന്ന് ലോകം വിളിക്കുന്ന പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് തന്നെ ഇപ്പോൾ സ്ഫോടനങ്ങൾ ഇടതടവില്ലാതെ നടക്കുന്നു. സ്വന്തം മണ്ണിൽ വളർത്തിയ പാമ്പുകൾ ഇപ്പോൾ തിരിഞ്ഞുകുത്തുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം പതിവ് പോലെ പഴിക്കുന്നത് അയൽരാജ്യങ്ങളെയാണ്. ബലൂചിസ്ഥാനിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ സൈന്യം നെട്ടോട്ടമോടുമ്പോൾ ഇസ്ലാമാബാദിലെ അതീവ സുരക്ഷാ മേഖലയിൽ പോലും ബോംബുകൾ പൊട്ടുന്നു. പാകിസ്ഥാൻ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കോ അതോ അതിർത്തി കടന്നുള്ള മറ്റൊരു യുദ്ധത്തിലേക്കോ നീങ്ങുകയാണോ? നോക്കാം. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ അതീവ സുരക്ഷാ മേഖലയായ തർലായി കലാനിലെ ഷിയ പള്ളിയിൽ നടന്ന ചാവേർ ആക്രമണം പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളുടെ സമ്പൂർണ്ണ പരാജയമായാണ് തുറന്നു കാട്ടുന്നത്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ നടന്ന സ്ഫോടനത്തിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 169-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ISIL പാകിസ്ഥാൻ ഏറ്റെടുത്തിട്ടുണ്ട്. തോക്കേന്തി നിൽക്കുന്ന ചാവേറിന്റെ ചിത്രം അവർ പുറത്തുവിട്ടു. എന്നാൽ സ്വന്തം സുരക്ഷാ വീഴ്ച സമ്മതിക്കുന്നതിന് പകരം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കുറ്റം അഫ്ഗാനിസ്ഥാന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. അക്രമി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നതാണെന്നും അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് ഇതിന് പിന്നിലുമെന്നുമാണ് പാകിസ്ഥാന്റെ വാദം. പെഷവാറിലും കറാച്ചിയിലും അറസ്റ്റുകൾ നടന്നതായി പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ പ്രതിസന്ധി അതിർത്തിയിലല്ല, പാകിസ്ഥാന്റെ അകത്തളങ്ങളിൽ തന്നെയാണ്. ഇവിടെയാണ് കാര്യങ്ങളുടെ യഥാർത്ഥ കിടപ്പ് വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഒരാഴ്ചയായി പാകിസ്ഥാൻ സൈന്യം ബലൂചിസ്ഥാനിൽ നരനായാട്ട് നടത്തുകയായിരുന്നു. ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നവരെയും സാധാരണക്കാരെയും ഭീകരർ എന്ന് മുദ്രകുത്തി 216 പേരെ വധിച്ചതായാണ് പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചെറുത്തുനിൽപ്പിനെ അടിച്ചമർത്താൻ സൈന്യം സർവ്വസന്നാഹങ്ങളുമായി തെക്കോട്ട് നീങ്ങിയപ്പോൾ തലസ്ഥാനമായ ഇസ്ലാമാബാദ് സുരക്ഷിതമല്ലാതെയായി മാറി. കണക്കുകൾ കള്ളം പറയില്ല. 2025 മാത്രം പാകിസ്ഥാനിൽ നടന്നത് 699 ഭീകരാക്രമണങ്ങളാണ്. തൊട്ട് മുമ്പത്തെ വർഷത്തെക്കാൾ 34% വർധനവ്. സ്വന്തം ജനതയായ ബലൂച്ചികളെ അടിച്ചമർത്താൻ സൈനിക ശക്തി ഉപയോഗിക്കുമ്പോൾ മറുഭാഗത്ത് യഥാർത്ഥ ഭീകരവാദികൾ ഇസ്ലാമാബാദിലെ കോടതികളിലും പള്ളികളിലും ബോംബ് വയ്ക്കുന്നു. ബലൂചിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ വേട്ടയാടുന്ന തിരക്കിലാണ് പാക് ഭരണകൂടം. ഈ ശ്രദ്ധക്കുറവാണ് തലസ്ഥാനത്തെ ചോരക്കളമാക്കിയത്. പാകിസ്ഥാൻ കാലങ്ങളായി ഇന്ത്യക്കെതിരെയും അഫ്ഗാനിസ്ഥാനെതിരെയും ഉപയോഗിച്ചിരുന്ന സ്ട്രാറ്റജിക് അസറ്റ്സ് അഥവാ തന്ത്രപരമായ സ്വത്തുക്കൾ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല ഭീകരവാദികൾ, ആ ഒരു നയം തന്നെയാണ് ഇപ്പോൾ അവർക്ക് തന്നെ വിനയായിരിക്കുന്നത്. അഫ്ഗാൻ താലിബാനെ അധികാരത്തിലേറ്റാൻ സഹായിച്ച പാകിസ്ഥാൻ ഇപ്പോൾ ലഭിക്കുന്നത് അതേ താലിബാന്റെ പിന്തുണയുള്ള TTPയുടെയും ISIL ആക്രമണങ്ങളും ഒക്കെയാണ്. കൂടാതെ പാകിസ്ഥാനിലെ ഷിയ സുന്നി വിഭാഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമവും ഇതിന് പിന്നിലുണ്ട്. ജനസംഖ്യയുടെ 20% വരുന്ന ഷിയാകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ രാജ്യത്തെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് തള്ളിവിടും. കൂരം ജില്ലയിലെ ഇതിനകം തന്നെ വിഭാഗീയ സംഘർഷങ്ങൾ രൂക്ഷമാണ്. തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ പാകിസ്ഥാൻ എപ്പോഴും ചെയ്യുന്നത് ഇന്ത്യയോ അഫ്ഗാനിസ്ഥാനെയോ പഴിചാരുക എന്നതാണ്. അതിർത്തിയിൽ സംഘർഷം സൃഷ്ടിച്ച് ജനശ്രദ്ധ തിരിക്കാനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തിയേക്കാം എന്ന സൂചനയാണ് അതിർത്തി കടന്നുള്ള ആക്രമണം എന്ന പാക് മന്ത്രിയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത്. അഫ്ഗാൻ അതിർത്തിയിലും ബലൂചിസ്ഥാനിലും ഇപ്പോൾ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും പാകിസ്ഥാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ബലൂചിസ്ഥാനിലെ ജനകീയ പോരാട്ടങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്തോറും പാകിസ്ഥാന്റെ ഹൃദയഭൂമിയിൽ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിക്കുകയാണ്. അപരനു വേണ്ടി കുഴിച്ച കുഴിയിൽ സ്വയം വീഴുക എന്ന് പറയില്ലേ, അതുതന്നെയാണ് പാകിസ്ഥാന്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം അതിർത്തിയിൽ എന്ത് സാഹസത്തിനും മുതിരും എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രതയോടെ കാണേണ്ട വിഷയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്.